തോൽവികളെ നിങ്ങൾ ഭയക്കുന്നവരാണോ? തോൽവികളെ ഭയക്കുന്നവർ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എപ്പോഴും ജയിക്കുന്നതാണ് ഭയക്കേണ്ടത്. കാരണം എപ്പോഴും ജയിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു തോൽവിയോ തിരിച്ചടിയോ വന്നാൽ ചിലപ്പോൾ വീണു പോയേക്കാം. തോൽവികളെ നിങ്ങളങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. തോൽവികൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? തോൽവികളെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്? ആ തോൽവികളെ നമുക്ക് വിജയങ്ങളാക്കി രൂപാന്തരപ്പെടുത്താൻ നമുക്ക് എന്ത് പരിശ്രമങ്ങളാണ് ആവശ്യം? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പലപ്പോഴും നമുക്ക് തോൽവികളും നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകളും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിഷമിക്കുകയും ദുഃഖിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ തോൽവികളും യഥാർത്ഥത്തിൽ തോൽവിയാണോ? ചിലതൊക്കെ നമുക്ക് കിട്ടാതെ പോകുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ 2 പ്രാവശ്യം IIT എൻട്രൻസ് എഴുതിയിട്ട് കിട്ടാതെ പോവുകയും പിന്നീട് ഫിസിക്സ് പഠിച്ച ഒരാൾ അദ്ദേഹം പിന്നീട് നൊബേൽ ലൊറേറ്റായി മാറി. പലപ്പോഴും ഒരുപക്ഷെ ഒരു IITയിലൊക്കെ ചേർന്നിരുന്നെങ്കിൽ അവിടെ ഒരു ഡിഗ്രിയൊക്കെ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വലിയൊരു ഉദ്യോഗസ്ഥനൊക്കെ ആകും. പക്ഷേ ഒരു നോബൽ ലൊറേറ്റ് ആകാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന് കിട്ടിയ തിരിച്ചടിയാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികൾ അതിൻ്റെ ഗുണങ്ങളെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാനുള്ളൊരു ക്ഷമയോ അതിനുവേണ്ട ഒരു ജ്ഞാനമോ പലപ്പോഴും ഇല്ലാതെ വരുമ്പോഴാണ് തോൽവികളെല്ലാം യഥാർത്ഥത്തിൽ തോൽവികളായി തന്നെ മാറുന്നത്. എല്ലാ തോൽവികളിലും, എല്ലാ തിരിച്ചടികളിലും, എല്ലാ റിജക്ഷനിലും നമുക്ക് നമ്മുടേതായ ഒരു അനാലിസിസ് ആവശ്യമാണ്. നമ്മൾ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നോക്കണം. യഥാർത്ഥത്തിൽ ഇതൊരു തോൽവിയാണോ, അതോ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണോ? പല തോൽവികളിലും ഒരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് ഒരു കാര്യം കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളതിന് എക്യുപ്ഡ് ആയിട്ടില്ല. ഇപ്പം ഞാൻ ഈ അടുത്തിടയിലൊരു കുട്ടി എന്നോട് സംസാരിക്കാൻ 2 പ്രാവശ്യം നീറ്റ് എഴുതി. ആ നീറ്റ് എഴുതി 2 പ്രാവശ്യം ആ കുട്ടിക്ക് കിട്ടിയില്ല. ആ കുട്ടി 2 പ്രാവശ്യം അത് കിട്ടാതെ വന്നപ്പോൾ ആ കുട്ടി ഒരു ഗൈഡൻസ് എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഗൈഡൻസ് എടുക്കാനായിട്ട് വന്ന ആ കുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആ കുട്ടിയിൽ യഥാർത്ഥത്തിലൊരു ഡോക്ടർ ഇല്ല. അപ്പോൾ ഒരു ഇല്ലാത്ത ഡോക്ടറിനെ ഉണ്ടാക്കാനായിട്ടാണ് ആ കുട്ടി ശ്രമിച്ചിരുന്നത്. ഒരുപക്ഷെ അത് തട്ടിമുട്ടിയൊരു ഡോക്ടറായാൽ പോലും അതിനൊരു സക്സസ്ഫുൾ ഡോക്ടറൊക്കെ ആയിട്ട് നാളെ മാറാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. കാരണം വളരെയധികം മത്സരമുള്ളൊരു രംഗമാണ് മെഡിക്കൽ സയൻസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ കുട്ടി അങ്ങനെ ഒരു ഗൈഡൻസ് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ആ കുട്ടിയിൽ വളരെ എക്സലൻ്റായിട്ട് മാത്തമാറ്റിക്സിനുള്ള കഴിവുണ്ട്. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ച് ഒരു എൻട്രൻസ് പരീക്ഷയുടെ ഒരു കൈൻഡ് ഓഫ് ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു കോമ്പീറ്റൻസി ആ കുട്ടിക്കില്ല. കാരണം ഒരു എൻട്രൻസ് പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡീപ്പ് നോളജ് വേണമെന്നില്ല. ആ ചോദ്യങ്ങൾ, ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളെ കൃത്യമായി സ്മാർട്ടായി ആൻസർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതിന് വേണ്ട ഒരു മെൻ്റൽ ഹെൽത്തും ഒക്കെയാണ് വേണ്ടത്. നേരെ മറിച്ച് ഈ കുട്ടി കുറേ കൂടി അത്ര അങ്ങോട്ട് ഒരു സ്ട്രീറ്റ് സ്മാർട്ടല്ല, പക്ഷേ നല്ല മാത്തമാറ്റിക്കൽ സ്കില്ലുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി മാത്തമാറ്റിക്സ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ കുട്ടിക്ക് തന്നെ വലിയ സന്തോഷമുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി തിരിച്ചറിയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ശരിക്കുമുള്ളൊരു ഫീൽഡ് മാത്സ് ആയിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ തിരിച്ചടികളും. ചിലപ്പോൾ അതൊന്നും യഥാർത്ഥത്തിൽ ഒരു തിരിച്ചടിയോ തോൽവിയോ റിജക്ഷനോ ഒന്നും ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ അർഹിക്കാത്തൊരു കാര്യത്തിന്, അല്ലെങ്കിൽ നമുക്ക് എലിജിബിലിറ്റി ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. നമുക്ക് ശരിയായിട്ടും വേണ്ട ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കില്ല നമ്മൾ പോരാടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില തിരിച്ചടികൾ വരുമ്പോൾ, നമുക്ക് ചില റിജക്ഷൻസ് വരുമ്പോൾ നമ്മളൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നോക്കണം. യഥാർത്ഥത്തിൽ എൻ്റെ പ്രശ്നം എവിടെയാണ്? എനിക്കറിയാവുന്നൊരു കുട്ടിയുണ്ട്, അത് വളരെയധികം പഠനങ്ങളൊക്കെ ഒത്തിരി പഠിച്ചു, ഒരുപാട് ഡിഗ്രികളൊക്കെ സമ്പാദിച്ചു. പക്ഷേ ആ കുട്ടിക്കൊരു സക്സസ് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി അന്വേഷിച്ചിറങ്ങുകയാണ്, എന്താണ് എൻ്റെ ജീവിതത്തിന് പറ്റിയ കുഴപ്പം, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാതെ കുറേ ഡിഗ്രികൾ സമ്പാദിച്ചു. ആ ഡിഗ്രികളിൽ ഒന്നും തന്നെ ആ കുട്ടിക്ക് കോമ്പീറ്റൻസി ഇല്ല. പക്ഷേ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ നല്ല കഴിവുകളുണ്ട്. ഈ അടുത്തിടയിലൊരു അമ്മ വിളിച്ചു, മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് പോയി. ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആ കുട്ടി യഥാർത്ഥത്തിൽ ക്ലാസ്സിൽ പോലും പോയിട്ടില്ല. അപ്പം ആ ഒരു ചർച്ച, അവിടെ അമ്മ ചിന്തിക്കുന്നത് ആ മകൻ പരാജയപ്പെട്ടു, മകൻ ചിന്തിക്കുന്ന ആ മകൻ പരാജയപ്പെട്ടു. യഥാർത്ഥത്തിൽ ആ മകൻ പരാജയപ്പെട്ടിട്ടില്ല. കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് കണക്കിന് വളരെ മാർക്ക് കുറവായിരുന്നു, സയൻസിനൊന്നും വലിയ ഒരു എഫിഷ്യൻസി ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. ഭീമമായ തുക കൊടുത്തൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, വളരെ മികച്ച ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടിയെ കൊണ്ട് ചേർത്തു. ആ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും വളരെ മിടുക്കരാണ്. ഈ കുട്ടിക്ക് അതിനകത്ത് എക്സൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ
അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുകയാണ്? കുട്ടി നിരാശനാവുന്നു, ഒരു കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നു, ആവശ്യമില്ലാതെ വിഷമമാവുന്നു, ദുഃഖമാവുന്നു, കോളേജിൽ പോകാതാവുന്നു, അറ്റൻഡൻസ് ഇല്ലാതാവുന്നു, പരീക്ഷ എഴുതാതാവുന്നു, പരാജയപ്പെടുന്നു. സത്യത്തിൽ അവിടെ ഈസ് പിറ്റഡ് അഗൻസ്റ്റ് എ വെരി റോങ് ഗോൾ. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് അതിനെ തോൽവിയായിട്ട് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ശരിക്കും ഒരു തോൽവി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ മത്സരിക്കുന്നു, നമ്മൾ തോൽക്കുന്നു. അവിടെയും തോൽവി എന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ആ തോൽവി നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മുടെ കോമ്പീറ്റൻസി ലെവൽ കുറേ കൂടി ഉയരണം. പല കുട്ടികളും പറയാറുണ്ട് പരീക്ഷ അത്ര നല്ലതല്ലായിരുന്നു. പരീക്ഷ നല്ലതല്ലാത്തതല്ല, നമ്മുടെ പ്രിപ്പറേഷൻ നല്ലതല്ലായിരുന്നു. അതാണ് വാസ്തവം. അപ്പോൾ കുറേ കൂടെ വലിയ ഒരു സ്റ്റാൻഡേർഡ് ആ ഒരു ലക്ഷ്യത്തിനുണ്ടെങ്കിൽ നമ്മൾ കുറേ കൂടെ ഉയർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഒന്നിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം കുറയ്ക്കുക. അപ്പോൾ തോൽവി എന്ന് പറയുന്ന കാര്യത്തിന് നമുക്കൊരു സമാധാനം ഉണ്ടാകും. ചിലയിടത്തൊക്കെ നമുക്ക് റിജക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ വഴികൾ തേടിപ്പോൾ. അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയറിൽ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് ജീവിതത്തിലെ അഭിലാഷം എന്ന് പറയുന്ന ഒരു പൈലറ്റ് ആകുക എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പൈലറ്റ് ആകാൻ സാധിച്ചില്ല. പൈലറ്റ് ആകാൻ സാധിക്കാഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം മറ്റു വഴികൾ തേടിയതും പിന്നീട് ഒരു ശാസ്ത്രജ്ഞനായി മാറിയതും അദ്ദേഹത്തിനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് രാജ്യം വിളിച്ചതും അദ്ദേഹം ഇന്ത്യൻ പ്രസിഡൻ്റ് ആയതും എല്ലാം ആ ഒരു റിജക്ഷൻ സംഭവിച്ചതുകൊണ്ടാണ്. നേരെ മറിച്ച് അദ്ദേഹം അവിടെ അങ്ങ് സെലക്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം കൂടിയാൽ ഒരു സാധാരണ പൈലറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കും. അപ്പോൾ ചില റിജക്ഷൻസും ചില തോൽവികളും ചില നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് മറ്റു വഴികൾ തേടാനുള്ള അല്ലെങ്കിൽ മറ്റു ഓപ്പർച്യൂണിറ്റീസ് തേടാനുള്ള ഒരു അവസരമാണ്. വേറൊന്ന്, നമ്മൾ ഈ തോൽവിയിൽ നിന്ന് എന്ത് പഠിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് തോൽവികളാണെങ്കിലും വീഴ്ചകളാണെങ്കിലും നമ്മൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നുള്ളതാണ്. ഒരു അപകടം തന്നെ സംഭവിച്ചു. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ വലിയൊരു ദുഃഖകരമായ കാര്യമായിട്ട് നമ്മൾ വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. കാരണം എന്തായാലും സംഭവിച്ചു പോയി. ഇനി നമുക്ക് ചെയ്യാവുന്ന എന്താണ്? അതിനെക്കുറിച്ചൊന്ന് പഠിക്കുക. ഇനി അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, എന്തെല്ലാം പ്രിപ്പറേഷൻസ്, കുറേ കൂടെ എന്ത് തരത്തിലുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ കൂട്ടേണ്ടതായിട്ട് വരും. ഇപ്പോൾ എവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോഴും അവിടെ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ലേണേഴ്സ് ഗ്രോ. അപ്പോൾ അവിടെയാണ് വിഷയം കിടക്കുന്നത്. ലേണേഴ്സ് ആണെങ്കിലേ നമ്മൾ വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെ കൂടുതൽ നമുക്ക് ശക്തനായി തിരിച്ചു വരാം. എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു അപകടമാണ്. എപ്പോഴും നിങ്ങൾ ജയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം യു ആർ നോട്ട് കോമ്പീറ്റിംഗ് അറ്റ് എ ഹയർ ലെവൽ. ഒരു ലോവർ ലെവലിൽ നിൽക്കുന്ന ഒരാളിനെ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഒരു ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ തോൽവികൾ സ്വാഭാവികമാണ്. ഇപ്പോൾ നാഷണൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടക്കാരൻ ഒരു ഏഷ്യാഡിലോ ഒളിമ്പിക്സിലോ പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ തോൽവികൾ സ്വാഭാവികമാണ്. കാരണം അതൊരു വലിയ കോമ്പറ്റീഷനാണ്. ആ കോമ്പറ്റീഷൻ നമ്മൾ തോൽക്കുന്നു, അതിന് കുഴപ്പമില്ല. കാരണം അതെന്താണ്, വലിയ നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ഉയർന്നു വരുമ്പോൾ അവിടെ തോൽവികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ തോൽവികളിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? ഇപ്പോൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ റിപ്പീറ്റ് ചെയ്യാൻ ഇനിയും പോകണം. ഞാൻ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പരീക്ഷ എഴുതി. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് എവിടെയാണ് കൃത്യമായി മിസ്റ്റേക്കുകൾ പറ്റിയത്, എവിടെയാണ് നിങ്ങളുടെ വീക്ക്നെസ്, ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. ചിലർക്കിത് അറിയാം, പക്ഷേ അതിനെ മറികടക്കാൻ വഴിയൊന്നുമില്ല. അപ്പോൾ പിന്നെ പോയിട്ട് കാര്യമില്ല. ചിലർക്ക് അറിയില്ല എന്താണ് പ്രശ്നമെന്ന് അറിയില്ല. പരീക്ഷ കുറ്റം പറയാണ്, ഫിസിക്സ് ശരിയല്ല, കെമിസ്ട്രി ശരിയല്ല. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ തന്നെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തോൽവി നല്ല കാര്യമാണ്, പക്ഷെ അത് ശീലമാക്കണ്ട. അതുപോലെ തന്നെ ചില ആൾക്കാർ നമ്മളെ അന്വേഷിക്കുന്നില്ല, നമ്മളെ കംപ്ലയിൻസ് ഒന്നുമില്ല. ചില ബിസിനസ്സിലൊക്കെ പറയാറുണ്ട്, ഇവിടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനൊന്നും ഒരു കംപ്ലയിൻസും ഇല്ല. വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ മക്കൾക്ക് കംപ്ലയിൻസ് ഒന്നും നിങ്ങളെക്കുറിച്ചില്ല. വളരെ സൂക്ഷിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ അവർ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞു, നമ്മളിലുള്ള ഹോപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു, നമ്മളെ ആശ്രയിക്കുന്നത് അവർ നിർത്തി. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചിലയിടത്തൊക്കെ കംപ്ലയിൻസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ജീവനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ വേണം. വിവാഹ ജീവിതത്തിൽ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഓരോ തർക്കവും നമ്മളെ കൂടുതൽ അടുപ്പിക്കാനും പരസ്പരം കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് സൃഷ്ടിക്കാനുമുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയും കൂടാണ്. അപ്പോൾ ഒരു വഴക്കുമില്ലാത്ത ഷാലോ ആയിട്ടുള്ള ഒരു ജീവിതം, കുടുംബജീവിതമായാലും പാർട്ട്നേഴ്സ് തമ്മിലുള്ള ജീവിതമാണെങ്കിലും ഒരു ഷാലോ ആയിട്ടുള്ള ജീവിതത്തിലെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അവിടെ അടുപ്പം കൂടാനുള്ള സാധ്യതകൾ ഇല്ലാതാവുകയാണ്. എൻ്റെ മോനൊരിക്കൽ വലിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ അതിൽ കൂടുതൽ ഇൻവോൾവ് ആവുകയും
അവൻ്റെ കൂടെ കുറേ സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ ഞാനും അവനും തമ്മിലുള്ള ബന്ധം വളരെയധികം ആഴത്തിലാവുകയും കൂടുതൽ അവനെ മനസ്സിലാക്കാൻ കഴിയുകയും അവനും ഞാനും തമ്മിൽ നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യും. ആ ഒരു ഇൻഫ്ലുവൻസ് ഇന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് നമുക്ക് പ്രശ്നങ്ങളും നെഗറ്റിവിറ്റിയും വീഴ്ചകളും ഒക്കെ തരുന്നത്. റിജക്ഷൻസൊക്കെ ജീവിതത്തിൽ വേണം, എങ്കിലേ നമ്മൾ ഗ്രോ ചെയ്യുള്ളൂ. യഥാർത്ഥത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ആൾക്കാരെല്ലാം ആദ്യകാലത്തെല്ലാം ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളവരാണ്. എന്നാൽ എന്നും ജയിച്ചുകൊണ്ടിരിക്കുന്ന പലരും മീഡിയോക്കറായിട്ടാണ് അവസാനിക്കുന്നത്. ക്ലാസ്സിലൊക്കെ വളരെ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്, 1, 2 സ്ഥാനത്തൊക്കെ നിൽക്കുന്ന നമ്മുടെയൊക്കെ ടോപ്പേഴ്സ് എന്ന് പറയുന്ന കുട്ടികളുണ്ട്. സത്യത്തിൽ ആ കുട്ടികളാണ് ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ അക്കാഡമിക്സിലുള്ള മികവിൽ മാത്രം അങ്ങ് വിശ്വസിക്കുകയാണ്. അവർക്ക് ചിലപ്പോൾ മറ്റ് സ്കില്ലുകളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല അവർക്ക് തോൽക്കാൻ അറിയില്ല, ഒരു വീഴ്ച വന്നാൽ നേരിടാൻ അറിയില്ല. പലപ്പോഴും സ്കൂളിലേക്ക് ടോപ്പേഴ്സായിട്ട് നിൽക്കുന്ന കുട്ടികൾ വലിയ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ വലിയ സ്ട്രെസ്ഫുൾ ആകാറുണ്ട്. കാരണം അവർക്കൊന്നുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ആ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല, അവർക്കൊരു ഹോസ്റ്റൽ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നതും എപ്പോഴും നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു അപകടമാണ്. നമുക്കെപ്പോഴും ചില തിരിച്ചടികളും ചില റിജക്ഷൻസും ചില തോൽവികളും ഒക്കെ ജീവിതത്തിൽ നമ്മളെ കൂടുതൽ കരുത്തരാക്കും. ഓരോ പ്രശ്നങ്ങളും അതിജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്തരാകുകയാണ്. പ്രശ്നങ്ങൾ സത്യത്തിൽ വളരെ സ്വീറ്റാണ്. കാരണം ആഡ്വേഴ്സിറ്റീസിന് അതിൻ്റേതായ സ്വീറ്റ്നെസ് ഉണ്ട്. കാരണം ഈ ആഡ്വേഴ്സിറ്റീസ് വന്നില്ലെങ്കിൽ നമ്മൾ ഒരു ഫൈറ്റർ ആവില്ല, ആഡ്വേഴ്സിറ്റീസ് വന്നില്ലെങ്കിൽ നമ്മളൊരു ലീഡർ ആവില്ല, ആഡ്വേഴ്സിറ്റീസ് വന്നില്ലെങ്കിൽ നമ്മളൊന്നും മാസ്റ്റർ ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഡ്വേഴ്സിറ്റി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഡ്വേഴ്സിറ്റി കോഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മളതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഏത് പ്രശ്നങ്ങളും ഏത് ചലഞ്ച് വന്നാലും അതിജീവിക്കാൻ കഴിയുന്നവരായി നമ്മൾ മാറുക. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് നമുക്ക് ഒരു ജോബ് ഫോർ ലൈഫ്, എല്ലാ കാലവും ഒരു ജോലി കയറി അവസാനം വരെ ഇരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. നമ്മൾ പഠിച്ച മേഖലയിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്തരായി മാറുന്നതാണ് ആവശ്യം. അതിന് ആഡ്വേഴ്സിറ്റീസും പ്രൊജക്ഷൻസും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആവശ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്, നമ്മളെ കൂടുതൽ കരുത്തരാക്കുന്നതാണ്. എല്ലാ ആൾക്കാരും അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക. എവിടെയാണ് കൃത്യമായി തെറ്റുകൾ വന്നത്, എവിടെയാണ് ഞാൻ മികവുള്ളതാകേണ്ടത്, എവിടെയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്, ഇത് നമുക്ക് കൂടുതൽ നമ്മളെ കരുത്തരാക്കുകയും ഒരു നല്ല മാസ്റ്ററാക്കുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു മാസ്റ്ററിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ നെഗറ്റിവിറ്റിയും എല്ലാ റിജക്ഷൻസും അത്ര മോശപ്പെട്ടതല്ല, ചിലതൊക്കെ വലിയൊരു ബ്ലെസ്സിങ്ങാണ്.